ഈ വിഷയത്തിൽ ആ സ്കൂളിൽ ഇനി ഇല്ല പഠിക്കാൻ എന്ന് പിതാവ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ TC വാങ്ങിയ ആ കുട്ടി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് പോകും എന്നതാണ് കരുതുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, അടിസ്ഥാനപരമായി ഭരണഘടനാപരമായ ഒരു പ്രശ്നം ഇതിലുണ്ട്. അതൊരു ആ സ്ഥാപനത്തിൽ മാത്രമല്ല, ഇനി അവിടെ പഠിക്കുന്ന മറ്റൊരു കുട്ടി, മുസ്ലിം കുട്ടി, അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ അന്വേഷിച്ച എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 50% മുസ്ലിം കുട്ടികളാണ് ആ സ്ഥാപനത്തിലുള്ളത്. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. എന്റെ നാട്ടിലുള്ള ഒരുപാട് ക്രൈസ്തവ സ്കൂളുകളിൽ 75-80% ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുസ്ലിം കുട്ടികളുണ്ട്. പല സ്കൂളുകളുണ്ട്. ഞാൻ പറയാം, ആ സ്കൂളുകളിൽ നമ്മളൊരു വർഗീയപരമായ ഒരു സമീപനത്തിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ആ സ്കൂളുകളിൽ പഠിക്കുന്ന, അതൊക്കെ എയ്ഡഡ് സ്കൂളുകളാണ്, ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങള്. ഇത് എറണാകുളത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ട് ഈ ചെയ്തു കൊടുക്കാത്ത സംവിധാനം. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പൊ തിരുവമ്പാടി, ആനക്കാമ്പിൽ തുടങ്ങിയ സ്കൂളുകൾ നോക്കൂ നിങ്ങൾ, തട്ടമിട്ട് പോകാനുള്ള അനുമതി അവിടെ കൊടുക്കുന്നുണ്ട്. കാരണം നോക്കൂ, താങ്കൾ തന്നെ പറയുന്നു നിരവധി സ്കൂളുകളിൽ ഇത് അനുവദനീയമാണ് എന്നത്. ഇവിടെ തന്നെ 50%-ലധികം കുട്ടികൾ പഠിക്കുന്നു, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു കുട്ടി അവരുടെ മാനുവൽ അനുസരിക്കാതെ വന്ന സാഹചര്യമാണ് അത്. അതിന് പിന്നിൽ ചില ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു ബോധപൂർവമോ അല്ലാതെയോ ആയ പ്രശ്നം അവിടെ സൃഷ്ടിക്കപ്പെട്ട് പരിഹരിക്കാതെ പോകുമ്പോൾ അത് താങ്കൾ ഈ പറയുന്ന എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിക്കില്ലേ? ഇനി ആ സ്കൂളുകളിൽ ഇതുവരെ സ്വമേധയാ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ശിരോവസ്ത്രം ധരിച്ചും അല്ലാതെയും ഒക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടികളുടെ മനസ്സിലൊക്കെ നിങ്ങൾ പാകുന്നത് ഈ വർഗീയതയുടെ വിഷമാണ് എന്ന കാര്യം ഓർമ്മയുണ്ടോ? അത് എങ്ങനെയൊക്കെ വളരും, എങ്ങനെയൊക്കെ ബാധിക്കും, എങ്ങനെയൊക്കെ പടർന്ന് പന്തലിക്കും എന്നത് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് റീത്ത സ്കൂളിന്റെ അധികൃതരോടാ. ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, റീത്ത സ്കൂളിന്റെ അധികൃതരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, രണ്ട് ഭാഗം ഇതെങ്ങനെ വരികയുള്ളൂ. അവിടെ അനുവദിക്കുന്ന നിരവധി സ്കൂളുകൾ ഉണ്ട് എന്ന് താങ്കൾ തന്നെ പറയുന്നുവല്ലോ. ക്രൈസ്തവ വിഭാഗത്തിന്റെ തന്നെ ഇതിന് അനുവദിക്കുന്ന സ്കൂളുകൾ ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ അവിടെ പഠിക്കാമല്ലോ. ഈ ഒരു സ്കൂൾ മാത്രമല്ലല്ലോ പഠനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഒരു സ്കൂൾ അത്തരം ഒരു നിലപാടെടുത്താൽ അത് അനുവദിക്കുന്ന സ്കൂളുകൾ, നിങ്ങൾക്ക് എന്താണ് പ്രാമുഖ്യം? വിദ്യാഭ്യാസം നേടുക എന്നതാണോ, വസ്ത്രം ധരിക്കുക എന്നതാണോ പ്രാമുഖ്യം എന്നത് നോക്കി ചോയ്സ് എടുക്കാനുള്ള സാധ്യതയും സാഹചര്യവും അവിടെ ഉള്ളപ്പോൾ ഇതിങ്ങനെ വർഗീയവൽക്കരിച്ച് എന്ത് നേട്ടമുണ്ടാക്കും? രണ്ട് വിഭാഗത്തിനും തുല്യ ഉത്തരവാദിത്വം എന്നേ ഞാൻ പറയുകയുള്ളൂ. നിങ്ങൾ പറയുന്നിടത്ത് മനസ്സിലാകുന്നുണ്ട് ഏത് ഭാഗത്തിനാണ് വർഗീയതയാക്കുന്നത്. അവിടെ വർഗീയത ഉണ്ടാക്കിയത് റീത്ത സ്കൂളാണ്. ഞാൻ പറഞ്ഞല്ലോ, 2000 മാനേജ്മെന്റിന് ഒരു റൂളും റെഗുലേഷനും മാനുവലും ഉള്ളപ്പോൾ അത് പാലിക്കാമെന്ന് പറഞ്ഞ് അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ അതിന്റെ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾക്കെന്ന് പറയേണ്ടി വരും ചിലപ്പോ. എന്റെ സുഹൃത്തെ, 50% അനധികൃതമായി ചെയ്ത കാര്യമാണത്. അവിടെയാ തിരുത്തുവേണ്ടത്. ശരി ശ്രീ പി ജോസഫ്, നിങ്ങൾക്കും ഈ പ്രശ്ന പരിഹാരത്തിന് തുല്യ ഉത്തരവാദിത്വം തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ആ കുട്ടി അവിടുന്ന് പോകുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് പഠനം നിഷേധിച്ച സ്കൂൾ എന്ന ചീത്തപ്പേര് റീത്ത സ്കൂളിന് വേണമോ? ഇതൊരു പരിഹാരം മന്ത്രി കൂടി നിർദ്ദേശിക്കുന്ന കാര്യത്തിൽ മന്ത്രിയെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ എന്ന ബോധം ആ സ്കൂൾ മാനേജ്മെന്റിന് തന്നെ ഉണ്ട്. ഒരു സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകൾ ഇനിയുമില്ലേ? ആ സമവായത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ വേറെ കാര്യം പറയുന്നു. നമ്മുടെ പ്രിയ സുഹൃത്ത് മടവൂർ പറഞ്ഞ കണക്ക് അദ്ദേഹം പറയുന്ന 50% കുട്ടികൾ പഠിക്കുന്ന മുസ്ലിം പ്രത്യേക സമുദായത്തിൽപ്പെട്ടാന്ന് പറയുന്നു. അത് 50%-ത്തിലെ 49%-നും ആ സ്കൂളുമായി യോജിച്ചു പോവാമെങ്കിൽ പുതിയതായിട്ട് വന്ന കുട്ടിക്ക് മാത്രം എന്തുകൊണ്ട് അത് യോജിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ വിഷയം. ആ 49% ആൾക്കാർക്കും ആ വിദ്യാർത്ഥികൾക്കും അതേ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇത് സ്കൂളിൽ നമുക്ക് ഈ മതമൊന്നും വേണ്ട, സ്കൂളിലെ നമ്മുടെ യൂണിഫോമിൽ ഇതൊന്നും വേണ്ട, നമ്മളവിടെ ഏകോദര സഹോദരന്മാരാണ്, മാവേലി നാട് വാണിടം കാലം നാം എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്കൂള്. അപ്പൊ അവിടെ നമ്മൾ യൂണിഫോമിലെങ്കിലും ജെൻഡർ ഇതിനു വേണ്ടിയിട്ട് ബാധിച്ച ഒരു ഇടതുപക്ഷ സർക്കാരുള്ള സംസ്ഥാനമാണിത്. ജെൻഡർ യൂട്ടിലിറ്റിക്ക് വേണ്ടി ഏറ്റവും ബാധിച്ചത് ഒരേ വസ്ത്രം ആണിനും പെണ്ണിനും ധരിക്കണം എന്ന് ബാധിച്ച അതിനുവേണ്ടി നടപ്പിലാക്കാൻ ശ്രമിച്ച ഈ ഗവൺമെന്റുള്ളടത്ത് ആ 49%-വും ഒരു പെട്ട സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പറയുന്നു ഞങ്ങൾക്ക് കുഴപ്പമെന്ന് പറയുമ്പോൾ ആ 1% 1000 തേൻതുള്ളിക്കകത്ത് എന്തിനാണ് ഒരു മീൻതുള്ളി ഇടുന്നത്? നോക്കൂ, ഈ വിഷയം സമവായത്തിലൂടെ പരിഹരിക്കാൻ ഇരുകൂട്ടരും സന്നദ്ധമായിരുന്നു. അവിടെ ഒരു സമവായം ഉണ്ടായതാണ്, അത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. അതിന്റെ പ്രധാന കാരണം മന്ത്രിയാണ് എന്നതാണ് ഈ സഭാ നേതൃത്വങ്ങൾ പറയുന്നത്.
ഇനിയെങ്കിലും ഒരു സമവായത്തിന് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്നെ മുന്നിട്ട് ഒരു സമവായത്തിനുള്ള സാധ്യത തേടുകയല്ലേ ശരിക്കും ഇവിടെ ചെയ്യേണ്ടത്? തേടുമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് രേണുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അത് ഒരു തീരുമാനമായിട്ട് പറയുകയല്ല. മന്ത്രി അതിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് ഇതിനകം റിപ്പോർട്ട് തേടുകയും റിപ്പോർട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ വൈകുന്നേരത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിക്കുകയും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ കാണാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. ഒരു ഏതെങ്കിലും ഒരു സമുദായമായിട്ടോ അല്ല സമുദായങ്ങൾ തമ്മിലോ ഒരു ക്ലാഷ് ഉണ്ടാക്കേണ്ട കാര്യമുള്ള പ്രദേശമൊന്നും അല്ല കേരളം എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ പലപ്പോഴും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രശ്നം. നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കൊച്ചു കൊച്ചു കവലകളിലടക്കം ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾ വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ തമ്മിൽ നിരവധി വാക്കേറ്റങ്ങളും പലപ്പോഴും അത് കയ്യേറ്റങ്ങൾ വരെ എത്തുന്ന സംഭവ വികാസങ്ങൾ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കേരളത്തിൽ പലയിടത്തും കണ്ടുവരുന്നത് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതടക്കം ഉള്ള കാര്യങ്ങൾ പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതൊക്കെ പല തൽപര കക്ഷികളും അവരുടെ ഈ നിക്ഷേപ താല്പര്യങ്ങൾക്ക് വേണ്ടി മുതലാക്കുന്നുമുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിക്ഷേപ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗവൺമെന്റിലും ഉള്ളത്. ഞാൻ ഗവൺമെന്റിലാണെങ്കിലും ഒക്കെ ഇത് സംസാരിക്കുന്ന അവസരം വരുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ അവർക്കും പലർക്കും അറിയാം ഇങ്ങനത്തെ നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ നമുക്ക് ഇടപെടാൻ പരിമിതി ഉണ്ടല്ലോ ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെന്റ് റീത്ത സ്കൂളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അത് ഒറ്റപ്പെട്ട സംഭവമായി മാറട്ടെ, അതൊരു പ്രശ്നമായി പോയാൽ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് രക്ഷകർത്താവ് പറഞ്ഞു. ഓക്കെ, ഇഷ്ടമില്ലാതെ അവിടെ പഠിക്കാൻ കഴിയില്ല. അധ്യാപകർക്ക് CBSE സ്കൂളിൽ പ്രത്യേകിച്ചും അധ്യാപകരുടെ നിർലോഭമായ പിന്തുണയില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്കും പഠിച്ച് വിജയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പഠിക്കുന്നില്ല എന്നുള്ള തീരുമാനം ഓക്കെ. പക്ഷേ അതൊരു ക്ലാഷായിട്ട് മുമ്പോട്ട് പോകാതിരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും ബന്ധപ്പെട്ട അധികൃതരും ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെയാണ് തീർച്ചയായും അത് ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. നിയമ പോരാട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി. കോടതി പോലും 2018 പറഞ്ഞു വെക്കുന്നത് സമവായത്തിന്റെ വഴിയാണ് ഈ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും യോജിച്ചത് എന്നതാണ്. അത് സ്കൂൾ മാനേജ്മെന്റ് വിചാരിക്കുകയാണെങ്കിൽ ഇനിയും സാധ്യമാകും. ആ വിദ്യാർത്ഥി ഇപ്പോൾ അവിടെ പഠിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും സമവായം സാധ്യമാകും. എന്തായാലും മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചില വിഭാഗങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഈ സമവായത്തിന്റെ വഴിയാണ് സർക്കാർ ഈ വിഷയത്തിൽ തേടേണ്ടത്. പ്രശ്നം കൂടുതൽ രൂക്ഷമാകാതെ വർഗീയമായി ഉപയോഗിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ കൊടുക്കാതെ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ്